ഇന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആഞ്ഞിലിച്ചക്കയാണ്. സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലൊക്കെ ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അന്ന് നമ്മളൊരു ഗ്യാങ്ങായിട്ട് പോയിട്ട് ആഞ്ഞിലി മരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പം താഴെ തോർത്തൊക്കെ പിടിച്ച് ഇങ്ങനെ എടുക്കുന്നതൊക്കെ ഓർക്കുന്നില്ലേ എല്ലാവരും? അപ്പോൾ ഇത് നമ്മുടെ അന്നത്തെ ആഞ്ഞിലിച്ചക്കയാണ്. ഇതിപ്പോൾ എനിക്ക് കിട്ടിയതേ നമ്മുടെ അപ്പുറത്തൊരു ആഞ്ഞിലി മുറിച്ചിട്ടേ, അപ്പോൾ അതിനകത്തുനിന്ന് ഇത്രയും ശേഖരിച്ചതാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് കുറേ പഴുത്തൊക്കെ ഉണ്ട്. ഈ സംഭവത്തിന് അപ്പോൾ ഇത് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റുള്ള വേറൊരു സംഭവമുണ്ട്. ഇതിൻ്റെ കുരു വറുത്ത് നമ്മൾ കഴിക്കുന്നത്, ആഞ്ഞിലിക്കുരു വറുത്ത് കഴിക്കുന്നത്. ആഞ്ഞിലിക്കുരു കുറച്ച് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് എടുത്തിട്ട് വറുത്ത് കഴിക്കാം. ഇന്നല്ല വേറെ ദിവസം. അപ്പോൾ നമുക്ക് ഈ ആഞ്ഞിലിച്ചക്ക ഒന്ന് പൊളിച്ച് നോക്കാം കേട്ടോ. ഇത് നന്നായിട്ട് പഴുത്തതാണ്. ഇതൊക്കെ ഇനി 2 ദിവസം കഴിയുമ്പോൾ പഴുക്കാനുള്ളതാണ്. ചിലത് വെറും പിഞ്ചും ഉണ്ട്. അപ്പോൾ വെട്ടിയിട്ടതല്ലേ, അപ്പോൾ അതിനകത്ത് പല രീതിയിലുള്ളതുണ്ട്. എല്ലാം ഒന്നും പഴുത്ത് കിട്ടത്തില്ല. ഇങ്ങനെ നമുക്ക് ഇത്രയും ആഞ്ഞിലിച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇല്ലേ, എങ്ങനെ എനിക്ക് ക്രൂരത ഭയങ്കര, അതുകൊണ്ട് ഞാൻ പയ്യൊന്നും തുറക്കത്തില്ല. അതല്ലേ സംഭവം കണ്ടോ? അപ്പം ഒരെണ്ണം കൂടെ പൊളിച്ചെന്തായാലും കൊതിപ്പിക്കാം. കണ്ടിട്ട് തന്നെ വായി വെള്ളം ഊറുന്നുണ്ട്. ഇതൊക്കെ എത്ര വർഷത്തിന് ശേഷമാണ് വീണ്ടും കഴിക്കുന്നതെന്നറിയാമോ? മുകളിലെല്ലാം വലിയ മരമല്ലേ ആഞ്ഞിലിയുടെ, അപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്നതും കിളി ഇങ്ങനെ കൊത്തിയിടുന്നതൊക്കെ നമുക്ക് കാണാനല്ല പറ്റത്തുള്ളൂ. ഇങ്ങനെ വല്ലപ്പോഴും നിങ്ങൾ വെട്ടിയിടുമ്പോഴൊക്കെ ഒടിഞ്ഞു വീഴുമ്പോഴൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ നമ്മുടെ ആഞ്ഞിലിച്ചക്ക? ഇത് നമ്മുടെ പഴയ കാലത്തെ ഓർമ്മയൊക്കെ ഈ ആഞ്ഞിലിച്ചക്ക കാണുമ്പോൾ വരും. ഇങ്ങനെ ഇതേ ഇപ്പോൾ ഒരു ചക്കയൊക്കെ നമുക്ക് കിട്ടിയുള്ളതാണെങ്കിൽ അന്ന് വേണ്ട ഞങ്ങൾ ഇങ്ങനെ കീറും. ദൈവമേ, താഴെ പോയിരുന്നു മതി. പണി പാടും, അതുകൊണ്ട് നമുക്കിത് നോക്കുന്നു. അപ്പോൾ ഈ ആഞ്ഞിലിച്ചക്ക പറിക്കാൻ മുകളിൽ കയറത്തില്ലേ, അപ്പോൾ അവർക്കായിരിക്കുമല്ലോ ഏറ്റവും വലിയ ചക്കയൊക്കെ അവർക്ക് കിട്ടും. ഞങ്ങൾ താഴെ നിന്ന് നോക്കി നിൽക്കുന്നവർക്ക് ഇതേപോലെ അവർ കീർത്തരുമായിരുന്നു. ഞങ്ങളുടെ അണ്ണനും ഒക്കെ ഇങ്ങനെ മുകളിൽ കയറിയിരുന്ന് അവർ കുറേ ഇരുന്ന് കഴിച്ചിട്ട് താഴെ വരുമ്പോൾ അഥവാ കുറവാണെന്നെങ്കിൽ ഇതേപോലെ തന്നെ കീറി തേടാൻ ഞങ്ങൾക്ക് ഇതേപോലെ കീർത്തരുമായിരുന്നു. ആഞ്ഞിലിച്ചക്ക ഒന്ന് കഴിച്ചു നോക്കട്ടെ, ഭഗവാനെ കൊതി കിട്ടരുതേ. ഉറപ്പായിട്ട് ഇത് കണ്ട് എല്ലാവരും കൊതിക്കുമെന്നറിയാം കേട്ടോ. എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ഇത് തന്നെ കൂഴയും വരിക്കയുണ്ട്. ചിലത് ഞാനങ്ങ് താഴെ വീഴുമ്പോഴേ പൊട്ടിപ്പോകുന്ന ടൈപ്പുണ്ട്. ഇത് പക്ഷെ നല്ല വരിക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നവർക്കെല്ലാം കൊതി വരുമെന്നറിയാം. ഇത് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുവിധം ഇഷ്ടമുള്ളവരും പണ്ട് കഴിച്ചിട്ടുള്ളവരെല്ലാം കൊതി വരുമെന്നറിയാവേ. ഞാൻ കഴിച്ചു നോക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ഞാൻ കഴിക്കാവേ. ടേസ്റ്റ് അപാരം തന്നെ കേട്ടോ. അന്ന് ഞങ്ങൾക്ക് തരാതെ കളിപ്പിച്ച ആങ്ങളമാരൊക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാം നോക്കി കണ്ടു. ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ഇതൊന്നും കിട്ടത്തില്ലല്ലോ. അവർ മിക്കവാറും എല്ലാവരും ഗൾഫിലാണ് കേട്ടോ. ആ ഗൾഫിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടോ. ഞങ്ങളുടെ മണിക്കുട്ടനൊക്കെ ബോംബെയില, അപ്പം അണ്ണന ബിജുവണ്ണന, അപ്പം ഇവരൊക്കെ ഞങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി ഇരുന്ന് കഴിക്കും. എന്നിട്ട് താഴെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇതേപോലെ കീറിക്കൊണ്ട് തരും കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടോ, ഞാൻ ഇത്രയും കഴിക്കുന്നുണ്ടെന്ന്. അപ്പോഴേ നമ്മുടെ ഈ ആഞ്ഞിലിച്ചക്ക കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വേണ്ട മതിലിനപ്പുറത്തുകൂടെ
കുറച്ച് പഴം എത്തിയിട്ടുണ്ട് കേട്ടോ. പാളയന്തോളം പഴവാ. അപ്പം അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെയാ. അത് പിന്നെ കൂടെ കഴിച്ചു നോക്കാം. അത് നല്ല മധുരമുണ്ട്, അത് സൂപ്പറാണ്. അപ്പോഴാ നമ്മുടെ ആഞ്ഞിലി ചക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?